നമസ്കാരം. എല്ലാവർക്കും ഷീബ sbytes and vlogsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക മാസമായിട്ട് നല്ലൊരു ഹെൽത്തി കഞ്ഞി നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതായത് കർക്കിടക മരുന്ന് കഞ്ഞി പോലെ തന്നെ മരുന്നുകളൊന്നും ചേർക്കാതെ, അതായത് പച്ചമരുന്നുകളൊന്നും ചേർക്കാതെയുള്ളൊരു കഞ്ഞിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഹെൽത്തി കഞ്ഞി ഉണ്ടാക്കാമെന്നൊക്കെ വെച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി കുതിർത്തൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ആർക്കും കഞ്ഞി കുടിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഞാനത് ദോശയാക്കി മാറ്റിയിട്ട് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഒരു ബൗളിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഞവരയരി ഇല്ല എങ്കിൽ നിങ്ങൾ ചോറ് വയ്ക്കുന്ന അരി എടുത്താലും മതി. 3 ടേബിൾ സ്പൂൺ ചെറുപയർ, ഇത് ചെറുപയർ പരിപ്പായിട്ടാണെങ്കിലും എടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ഉലുവ, മുതിര അതിട്ടപ്പോഴേക്കും ക്യാമറ ഓഫായി. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം വേണം, അത് 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് ആശാളി വേണം, അത് പിന്നെ ഇടാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. 3-4 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ ഓട്സിന് പകരം നമുക്ക് നുറുക്ക് ഗോതമ്പ് ഉണ്ടെങ്കിൽ അതിടാം. നുറുക്ക് ഗോതമ്പാണ് ഇടുന്നതെങ്കിൽ നേരത്തെ കഴുകിയ കൂട്ടത്തിൽ തന്നെ നമുക്കിടാം. ഓട്സ് ആയതുകൊണ്ടാണ് ഞാൻ കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ആശാളി, ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴുകിയെടുക്കണം. അതുകൊണ്ടാണ് നേരത്തെ ഇതിൻ്റെ കൂടെ ഇടാഞ്ഞത്. വെള്ളത്തിലിടുമ്പോൾ തന്നെ ഇത് പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു അരിപ്പയിലിട്ടിട്ട് അതൊന്ന് കഴുകിയെടുക്കുകയാണ് നല്ലത്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. റിച്ചായിട്ടുള്ള അയൺ കണ്ടൻ്റൊക്കെ ഉള്ളതാണ്. ഇത് നമുക്ക് മരുന്ന് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മളൊന്ന് കുതിരാൻ വെക്കണം. മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം. കൂടിയാലും കുഴപ്പമൊന്നുമില്ല. 2 മണിക്കൂറിന് ശേഷം എല്ലാം ഇതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 3 അല്ലി വെളുത്തുള്ളിയും 3 അല്ലി ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കാം. അയമോദകം 1/2 ടീസ്പൂൺ ഇടുക. വയറിനൊക്കെ വളരെ നല്ലതാണ്. 1 ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ചുക്കുപൊടി 1/2 ടീസ്പൂൺ, ഇത് ചുക്ക് പൊടിച്ച് എടുത്തതാണ്, അതിടാം. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് മൺകലത്തിലോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിലോ വേവിച്ചെടുക്കാം. എളുപ്പത്തിന് പ്രഷർ കുക്കറിൽ ചെയ്യാം, പക്ഷേ മൺകലത്തിൽ വേവിച്ചെടുക്കുകയായിരിക്കും ഗുണം. ഇത് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി. തേങ്ങാപ്പാൽ ഒഴിച്ചില്ല എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോഴാണ് ഇവിടെ മക്കൾക്ക് ആർക്കും കഞ്ഞി കുടിക്കാൻ തീരെ താല്പര്യമില്ല. കഞ്ഞിയാണെങ്കിൽ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് കഴിപ്പിക്കണ്ടേന്ന് വെച്ചിട്ട് ഇത് ഞാൻ അരച്ചെടുക്കാൻ തീരുമാനിച്ചു. ഒരു മിക്സി ജാറിലേക്ക് ഇത് മാറ്റി അരച്ചെടുക്കാം. ഇനി ഇത് ദോശയുടെ രൂപത്തിൽ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയെങ്കിലും ഉള്ളിൽ ചെന്നാൽ മതിയല്ല. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ദോശയുടെ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെയാണ് ഇത് നമുക്ക് വേണ്ടത്. എന്നിട്ടിത് ദോശ ഇടുന്ന പോലെ ചുട്ടെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഇന്ദുപ്പുള്ളവർ ഇന്ദുപ്പ് ചേർക്കുക, അല്ലാത്തവർ നോർമൽ ഉപ്പ് ചേർക്കുക. നെയ്യ് തടവിയിട്ട് ചുട്ടെടുക്കുകയായിരിക്കും നല്ലത്. ക്രിസ്പി ആയിട്ട് ചുട്ടെടുക്കാം, അല്ലാത്തവർക്ക് സോഫ്റ്റ് വേണ്ടവർക്ക് സോഫ്റ്റ് ആയിട്ടും എടുക്കാം. കഞ്ഞിയിലാണേലും ദോശയിലാണേലും പച്ചമരുന്നുകൾ ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം. ഞാൻ നേരത്തെ മരുന്ന് കഞ്ഞിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടും പച്ചമരുന്നുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലും പച്ചമരുന്ന് ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ടടിച്ച് അതിൻ്റെ നീരെടുത്തിട്ട് കഞ്ഞിയിലോ ദോശയിലോ ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടി നമുക്കിത് ഹെൽത്തി ആക്കി എടുക്കാം. കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശയാണ് ഇത്. നിങ്ങൾക്ക് കഞ്ഞി വേണമെങ്കിൽ കഞ്ഞിയാക്കാം, കഞ്ഞിയാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ വെറുതെ കഴിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ദോശ അരയ്ക്കുമ്പോഴും വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി കൂട്ടിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണിത്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു ദോശയാണ്. ദിവസവും രാവിലെ ഇങ്ങനത്തെ ഒരു 2 എണ്ണം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അവരുടെ ഹെൽത്തിന് വളരെ നല്ലതായിരിക്കും. ഇതിന് നമുക്ക് തേങ്ങ ചട്നിയോ അല്ലെങ്കിൽ ഒരു തക്കാളി ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൂട്ടാം. ഞാനിവിടെ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയത്. അതായത് ഒരു സവാളയും 2-3 തക്കാളിയും കൂടി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു. എന്നിട്ട് കടുക് വറുത്തതിന് ശേഷം അതിനകത്തേക്ക് പച്ചമുളകും പിന്നെ ഈ അരച്ച മിക്സും ഒക്കെ കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പും കൂടി ഇടുക. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടിയും കായവും അല്ലെങ്കിൽ സാമ്പാർ പൊടി ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിടാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യും. ഒന്ന് നല്ലോണം അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുമ്പോഴേക്കും
ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ടും തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു ചട്നിയാക്കി എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. പുതിയ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.